ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. ബ്രെഡ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മുറിക്കാതെ നമുക്കിത് ചെയ്യാം, പക്ഷേ ഞാനിത് 2 പീസായിട്ട് മുറിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് എളുപ്പമാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ബ്രെഡിനെ 2 പീസായിട്ട് മുറിച്ചെടുക്കണം. എല്ലാ ബ്രെഡ് പീസുകളും നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ന്യൂട്ടല്ലയാണ്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ 2 സൈഡിലും നന്നായിട്ട് ന്യൂട്ടല്ല പുരട്ടി കൊടുക്കണം. കുറേ പുരട്ടി കൊടുക്കണ്ട, എല്ലായിടത്തും കുറേശ്ശെ പുരട്ടി കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ വേറെ പീസ് എടുത്തിട്ട് അതും കൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. നന്നായി പ്രസ് ചെയ്യണ്ട കേട്ടോ, മെല്ലെ പ്രസ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മിക്സിലേക്ക് ബ്രെഡ് നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. കുറേ നേരം ബ്രെഡ് മുക്കി പിടിക്കരുത്, ബ്രെഡെല്ലാം ഉടഞ്ഞു പോകും. എല്ലാ ബ്രെഡും ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കരിയും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 2 പുറവും നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബ്രെഡ് ന്യൂട്ടല്ല ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.